ഒരു ടീച്ചറുടെ ഫോണിൽ അത്യാവശ്യം വേണ്ട AI ടൂളുകൾ ഇൻസ്റ്റാൾ ചെയ്യുക, അത് പരിചയപ്പെടുക എന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. ആദ്യമായി പ്ലേ സ്റ്റോറിൽ നിന്നും ChatGPT എന്ന് സെർച്ച് ചെയ്തുകൊണ്ട് ഈ ഐക്കണിലുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. തുടർന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ആദ്യം കണ്ടിന്യൂ എന്നൊരു ഫസ്റ്റ് വിൻഡോ ആണ് ലഭ്യമാവുക. അവിടെ നിന്നും കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. തുടർന്ന് ഈ രീതിയിൽ നമുക്ക് കാണാവുന്നതാണ്. ആദ്യം ലോഗിൻ ചെയ്യണം. അതിനായി മുകളിൽ കാണുന്ന ഈ ഒരു 2 ലൈൻ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴെ ലോഗിൻ ഓർ സൈൻ അപ്പ് എന്നത് ക്ലിക്ക് ചെയ്യാം. അവിടെ നിന്നും കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മെയിൽ ഐഡികൾ അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ആ മെയിൽ ഐഡിയിൽ ഏതിലാണോ ChatGPT വേണ്ടത് ആ ഒരു മെയിൽ ഐഡിയിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ചില പെർമിഷൻസ് എല്ലാം ചോദിക്കും, അതെല്ലാം എനേബിൾ ചെയ്ത് നൽകുക. ശേഷം നമ്മൾ ലോഗിൻ ചെയ്തതായി അവിടെ കാണിക്കുന്നതാണ്. തുടർന്ന് നിങ്ങളുടെ പേര്, മറ്റു കാര്യങ്ങൾ, ബർത്ത്ഡേ എന്നെല്ലാം നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടതായിട്ട് വരും. കണ്ടിന്യൂ കൊടുക്കുക. ഇത്രയുമായാൽ ChatGPT നമ്മുടെ ഫോണിൽ എനേബിൾ ചെയ്തു, നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ChatGPT. തുടർന്ന് ഇവിടെ എന്തിനാണ് ChatGPT ഉപയോഗിക്കുന്നത് തുടങ്ങിയ ചെറിയ ചോദ്യങ്ങളെല്ലാം ചോദിക്കും. അതെല്ലാം ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക. അത്രയും കഴിഞ്ഞാൽ ChatGPT നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ആദ്യത്തെ ടൂൾ പരിചയപ്പെടുത്തുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ട ടൂളാണ് ഗൂഗിൾ ജെമിനൈ. പ്ലേ സ്റ്റോറിൽ നിന്നും ഗൂഗിൾ ജെമിനൈ എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ വരുന്ന ഒരു ഐക്കൺ, അതാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ചില ഫോണുകളിൽ ഡിഫോൾട്ടായിട്ട് ഇതുണ്ടാവും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. തുടർന്ന് നമ്മുടെ ആപ്പ് ഗാലറിയിൽ ആ രീതിയിലുള്ള ഐക്കൺ കാണുന്ന ജെമിനൈ എന്നതുള്ളത് ക്ലിക്ക് ചെയ്യുക. അവിടെയും ഇതുപോലെ ഓപ്പൺ ചെയ്ത് വരും. അത് ഓൾറെഡി അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ChatGPTയുടെയും ഗൂഗിൾ ജെമിനയുടെയും ഏകദേശം ഇൻ്റർഫേസ് എല്ലാം ഒരുപോലെയാണ്. രണ്ടാമത്തെ ടൂളാണ് ഗൂഗിൾ ജെമിനൈ. മൂന്നാമതായിട്ട് പരിചയപ്പെടുത്തുന്നതാണ് നമ്മുടെ വാട്സപ്പിൽ തന്നെ കാണുന്ന ഈ നീല വളയം കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് വരുന്നതാണ് മൂന്നാമത്തെ ടൂൾ. ഇതാണ് മെറ്റ. ഇനി ഇതിനേക്കാൾ കൂടുതൽ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളതാണ്. പ്ലേ സ്റ്റോറിൽ നിന്നും മെറ്റ AI എന്ന് സെർച്ച് ചെയ്യുക. ഈ ഒരു ഐക്കൺ കാണാം, അതും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നേരത്തെ ChatGPT അതുപോലെ ഗൂഗിൾ ജെമിനയൊക്കെ ഓപ്പൺ ചെയ്തതുപോലെ തന്നെ ആദ്യമായി ചില പെർമിഷൻസും പേരും മെയിൽ ID കാര്യങ്ങളെല്ലാം ചോദിക്കും. അതെല്ലാം കൃത്യമായിട്ട് എനേബിൾ ചെയ്ത് നൽകാം. ഈ രീതിയിലാണ് മെറ്റയുടെ ഇൻ്റർഫേസ് വരുന്നത്. ഇപ്പോൾ 3 ടൂളുകളായി. നാലാമത്തെ ടൂള് ക്യാൻവ എന്നുള്ളതാണ്. അതും നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുക. ഐക്കൺ വരുന്നത് ഇങ്ങനെയാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. തുടർന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് നാലാമത്തെ ടൂൾ. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ നിന്നും സ്പീച്ച്മ എന്ന് ടൈപ്പ് ചെയ്ത് നൽകാം. സ്പീച്ച്മ എന്നിട്ട് സെർച്ച് ചെയ്യുക. ആദ്യം കാണുന്ന റിസൾട്ട് തന്നെ ക്ലിക്ക് ചെയ്യാം. ഇതൊരു ടെക്സ്റ്റ് ടു സ്പീച്ച് വെബ്സൈറ്റാണ്. ഇവിടെ നിന്ന് നമുക്ക് മലയാളമോ ഇംഗ്ലീഷോ ഇവിടെ ഇൻപുട്ട് ടെക്സ്റ്റ് നൽകി കഴിഞ്ഞാൽ അതിന് വേണ്ട വോയിസുകൾ താഴെ സെലക്ട് ചെയ്യാം. ഇവിടെ ഈ ഓൾ ലാംഗ്വേജ് എന്നിടത്ത് മലയാളമുണ്ട്. ഇനി അതല്ലെങ്കിൽ സെർച്ച് എന്ന് കൊടുത്താൽ അവിടെ മലയാളമുണ്ട്. അത് സെലക്ട് ചെയ്ത ശേഷം ഈ നമ്പേഴ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് ജനറേറ്റ് ഓഡിയോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്പീച്ച് വേർഷൻ നമുക്ക് ലഭിക്കും. ഈ ഒരു വെബ്സൈറ്റും നമുക്ക് ആവശ്യമുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാനായി ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആഡ് ടു ഹോം സ്ക്രീൻ എന്നൊരു മെനു കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഷോർട്ട് കട്ടിന് പേര് ചോദിക്കും. ജസ്റ്റ് ആഡ് എന്ന് കൊടുക്കുക. വീണ്ടും ഒരു ഓപ്ഷൻ കാണിക്കും. അവിടെയും ആഡ് എന്ന് കൊടുക്കാം. അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹോം സ്ക്രീനിൽ സ്പീച്ച്മ എന്നൊരു ഷോർട്ട് കട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കാണാം. ഇത്രയുമാണ് ഒരു ടീച്ചറുടെ ഫോണിൽ അത്യാവശ്യം വേണ്ട AI ടൂളുകൾ. ഓരോ AI ടൂളുകളും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ വിവിധ പ്രോംപ്റ്റുകൾ എങ്ങനെയാണ് നൽകേണ്ടത് തുടങ്ങിയ വിവരങ്ങളെല്ലാം വരുന്ന വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്.